ഹലോ ഹായ് നമസ്കാരം. അഖിൽ അനിൽകുമാർ ഡയറക്റ്റ് ചെയ്ത് അർജുൻ അശോകൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച തലവര എന്ന സിനിമ ഉണ്ട്. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു മോട്ടിവേഷണൽ ഫീൽ ഗുഡ് മൂവി എന്ന് പറയും. അപ്പോൾ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അശോകൻ്റെ പെർഫോമൻസ് തന്നെയായിരുന്നു. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ പറയാം. നല്ല അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ബേസിക് പ്ലോട്ട് പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ മുഖത്ത് കുറച്ച് പാണ്ടൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ പുള്ളി ജീവിതത്തിൽ ചെറുപ്പം മുതൽ അനുഭവിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു പാണ്ടിൻ്റെ പേരിൽ. പിന്നെ പുള്ളിയുടെ ലൈഫിലേക്ക് നായികയുടെ ഒരു കഥാപാത്രം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ലൈഫ് എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമ പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അർജുൻ അശോകൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ് ഈ സിനിമയിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അശോകൻ്റെ പെർഫോമൻസ് ആണ്. അർജുൻ അശോകൻ്റെ അച്ഛൻ്റെ റോളായിരുന്നു. പുള്ളി നല്ലൊരു റിലേറ്റബിൾ ക്യാരക്ടറായിരുന്നു. പുള്ളി ജീവിതത്തിൽ തോറ്റുപോയ ഒരാളാണ്, പക്ഷേ പുള്ളി ആ ലൈഫ് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത്. പുള്ളി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ്റെ അമ്മയുടെ കഥാപാത്രം ചെയ്ത ദേവദർശിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിക്കാരത്തി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് നായികയുടെ കഥാപാത്രം ചെയ്ത രേവതി ശർമ്മയുടെയാണ്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പുള്ളിക്കാരത്തി രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അർജുൻ അശോകനും പുള്ളിക്കാരത്തി തമ്മിലുള്ള ഒരു കോംബോ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരത് സഭ, അഭിരാം എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റു താരങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അഖിൽ അനിൽകുമാറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ പുള്ളി അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് സ്ക്രീൻ പ്ലേയും സെറ്റ് ചെയ്തിട്ട് നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടിവേഷണൽ ഇൻസ്പിറേഷൻ കിട്ടും ഈ സിനിമയിൽ നിന്ന്. അപ്പോൾ ഒരു ഭയങ്കര സിനിമ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൊള്ളാം, കണ്ടിരിക്കാവുന്ന ഒരു കുഞ്ഞു സിനിമ തന്നെയാണ് തലവര. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു 3/5 ആണ് റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.